PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ, അവ സ്ഥിതി ചെയ്യുന്ന നദി, സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ള ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നോക്കാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാം, ഓക്കെ, അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും സംസ്ഥാനങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയ ചെറിയ കോഡുകളാണ്, കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രം ഈ കോഡ് യൂസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് നല്ല കോഡുകൾ വേറെ എന്തെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, ഡാം, ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സംസ്ഥാനം ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഉറി ഡാം എന്ന് പറയുമ്പോഴത്തേനും നമുക്കത് കണക്ട് ചെയ്യാനായിട്ട്, ഉറി എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ഉറിക്കകത്ത്, അല്ലെ, ഉറി എന്ന് പറയുമ്പോൾ എന്താണ്, മുകളിൽ ഇങ്ങനെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ഉറി ഉണ്ടാവാറുണ്ട്. അതിനകത്ത് തൈര്, പാല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഉറിയിലാണ് ജലം വയ്ക്കുന്നത്. എവിടെയാണ്? ഉറിയിലാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറി ഡാമും ഝലം നദിയുമായിട്ട് ഒരു കണക്ഷൻ കിട്ടും, അല്ലേ? പിന്നെ നമുക്ക് സംസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ജലം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, അല്ലെ, നദീതീര പട്ടണങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ ഝലം നദി ജമ്മു കാശ്മീരിൽ മഞ്ഞുരുകി ജലമാവുന്ന കാര്യം പറഞ്ഞിട്ടാണ് കണക്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ അതേ കണക്ഷൻ തന്നെ നമുക്ക് ഇവിടെയും കൊണ്ടുവന്നൂടെ? അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോഴത്തേനും മഞ്ഞുരുകിയിട്ട് ജലം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ ജലം കിട്ടും. അപ്പോൾ ഉറിയിലാണ് ജലം വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഉറി ഡാം ജലം നദിയാണ്, ജമ്മു കാശ്മീർ മഞ്ഞുരുകി ജലമാവുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കണക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. ബഗ്ലിഹർ ഡാം ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, ബഗ്ലിഹർ ഡാം ചിനാബ് നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബഗ്ലിഹർ, അല്ലെ, ഹർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഘർ എന്നെടുക്കാം, അല്ലേ? ബഗ്ലിഹർ, ഘർ എന്ന് വെച്ചാൽ എന്താണ്? വീട്, അല്ലെ? ഹിന്ദിയിൽ ഘർ എന്ന് വെച്ചാൽ വീടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറി വെക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ചിനാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചേനയായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഘർ എന്ന് പറയുമ്പോൾ വീടാണ്. വീട്ടിൽ നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ചിനാബ്, ചേനയാണ്, ചേന. ഓക്കെ, ചിനാബ് ചേനയായിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഘർ, വീട്ടിൽ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ചേനയാണ് എന്നുള്ള രീതിയിൽ ബഗ്ലിഹർ ഡാം ചിനാബ് നദിയിലാണ്. ഓക്കെ, അത് ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെയാണ്. നമ്മൾ പറയുന്ന ആദ്യത്തെ 4 എണ്ണം ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ അത് ഒരുമിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നദിയാണ് മാറിപ്പോകാനായിട്ട് ചാൻസ്. അപ്പോൾ നദി ഇങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് പഠിക്കുക. ഉറി ജലം, ഉറിയിലാണ് ജലം വെക്കുന്നത് എന്നുള്ളത്. ബഗ്ലിഹർ, എന്ന് പറയുമ്പോൾ ഘർ, വീട്ടിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്നതാണ്. ചേന, ചിനാബ്, ആ രീതിയിൽ കണക്ട് ചെയ്യുക. ദെൻ അടുത്തത് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിൽ തന്നെയാണ്, ജമ്മു കാശ്മീരിൽ തന്നെയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുൽഹസ്തി, അല്ലെ,
ഹസ്തം എന്ന് വെച്ചാൽ എന്താണ്? ഹസ്തം എന്ന് വെച്ചാൽ കൈയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചേനയൊക്കെ കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കും അല്ലേ, കേട്ടിട്ടില്ലേ? ചേന കയ്യിലാക്കി കഴിഞ്ഞാൽ കൈയൊക്കെ നന്നായിട്ട് ചൊറിച്ചിലെടുക്കും. അപ്പോൾ ചിനാബ് ചേന കയ്യിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് എന്നുള്ള രീതിയിൽ ചേന, ദുൽഹസ്തി, ഹസ്തി അല്ലേ, ചേന കയ്യിലാക്കുന്ന ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ദുൽഹസ്തി, ചിനാബ് ജമ്മു കാശ്മീരിലാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദുൽഹസ്തി ചിനാബ് നദിയിലാണ്. കിട്ടിയോ? അടുത്തത് സലാൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. അത് ജമ്മു കാശ്മീരിൽ തന്നെയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിനാബാണ് അല്ലേ, ചിനാബ്. അപ്പോൾ ചിനാബ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സാബ് എന്നെടുത്തൂടെ? ചിനാബ്, സാബ്. ആ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ചിനാബ് നമ്മൾ സാബ് എന്നെടുക്കാം കേട്ടോ. സാബിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? സാബ് അല്ലെ, നായർ സാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, സാബ്. അപ്പോൾ സാബിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സലാം പറയും അല്ലെ, സലാം പറയും. അപ്പോൾ സലാൽ ഡാം കിട്ടുമല്ലോ. സാബിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സലാം പറയും. അപ്പോൾ സലാൽ ഡാം, ചിനാബ് സാബ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കുക, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് സർദാർ എന്നുണ്ടല്ലേ, സർദാർ ഫലിതങ്ങൾ അല്ലെ, സർദാർ ഫലിതങ്ങൾ അല്ലെങ്കിൽ സർദാർ ജോക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സർദാർ നർമ്മമാണല്ലേ, സർദാറിൻ്റെ ജോക്സ് എന്ന് പറയുമ്പോൾ നർമ്മമാണ് പറയുന്നത്. അപ്പോൾ സർദാർ സരോവർ നർമ്മദ നദിയിലാണെന്ന് ഓർക്കാം അല്ലെ. സർദാർ നർമ്മങ്ങൾ, സർദാർ ജോക്സ് എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ് എന്ന് കിട്ടും, ഗുജറാത്തിലാണ് എന്നുള്ളതും കൂടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത് ഫറാക്ക ബാരേജ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫറാക്ക ബാരേജ് അല്ലെ, ബാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാരേജുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മാരേജിനൊക്കെ ആളുകൾ എങ്ങനെയായിട്ടാണ്? ഗ്യാങ് ആയിട്ടാണ് അല്ലേ ഉണ്ടാവുക. ഒറ്റയ്ക്ക് ഒരാളൊക്കെയാണോ കല്യാണത്തിന് ഉണ്ടാവുക? അല്ല, ഒരു ഗ്യാങ് ആയിട്ട് ആളുകളുണ്ടാവും. അപ്പോൾ ഗംഗ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഗ്യാങ് എന്നെടുത്തു കഴിഞ്ഞാൽ മാരേജ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു ഗ്യാങ് ആളുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തൂടെ. അപ്പോൾ ഫറാക്ക ബാരേജ്, ഗംഗാ നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കിട്ടുമല്ലോ. അടുത്തത് നോക്കുക, തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്, പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെയിൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് തേനുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. തെയിൻ ഡാമിൻ്റെ വേറൊരു പേരാണ് രഞ്ജിത്ത് സാഗർ ഡാം കേട്ടോ. അതറിയുന്നവർ അത് പഠിച്ചു വയ്ക്കുക, രഞ്ജിത്ത് സാഗർ ഡാം. ഓക്കെ, അപ്പോൾ തെയിൻ എന്ന് പറയുമ്പോഴത്തേനും തേനുമായിട്ട് കണക്ട് ചെയ്യാം. തേൻ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. പാട്ടൊക്കെ പാടുന്നവർക്ക് തേന് കഴിക്കുന്നത് ശബ്ദത്തിന് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശബ്ദം, രവം എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദമാണ് അല്ലേ. നമ്മൾ പര്യായങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. രവം ശബ്ദത്തിൻ്റെ പര്യായ പദമാണ് രവം. അപ്പോൾ രവം എന്നുള്ളതിൽ നിന്ന് നമുക്ക് രവി എടുത്തൂടെ? രവി അല്ലേ. അപ്പോൾ രവം ശബ്ദമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ തേൻ എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിനൊക്കെ നല്ലതാണ് എന്നുള്ള രീതിയിൽ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. രവം എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദമാണ്. അപ്പോൾ രവി നദിയിലാണ്, പഞ്ചാബിലാണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. അടുത്തത് നോക്കാം, ലഖ്വാർ ഡാം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ലഖ്വാർ ഡാം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് യമുന എന്ന് പറയുന്നത് യമനിയായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് യമനായിട്ട് എടുക്കാം. അപ്പോൾ യമുന എന്ന് പറയുമ്പോൾ യമനെ എടുക്കാം. യമനെ കാണാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലെക്കാണ് അല്ലേ. ലെക്കാണ് യമനെ കാണാതിരിക്കുന്നത് എന്താണ്? ലെക്കാണ്. നമ്മൾ ഭരിക്കാതിരിക്കുന്നത് നമ്മുടെ ലെക്കല്ലേ. അപ്പോൾ യമനെ കാണാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ലെക്കാണ് എന്നുള്ള രീതിയിൽ ലഖ്വാർ ഡാം സ്ഥിതി ചെയ്യുന്നത് യമുന നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. കിട്ടിയല്ലോ. അടുത്ത നോക്കാം, ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് റിഹാന്ത് നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിഹാന്ത് എന്നുള്ളതിൽ നിന്നും ഹാന്ത്, ചാന്തുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ഹാന്ത് എന്താണ്? ചാന്തുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ചാന്ത് കൊണ്ട് നമ്മൾ ഇടുന്ന ഗോവിന്ദ് അല്ലെ. ഗോവിന്ദ് എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ഗോപിക്കുറിയൊക്കെ ഓർമ്മ വരില്ലേ? ഗോവിന്ദ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഗോപി വരയ്ക്കും അല്ലേ. അപ്പോൾ ഗോപി വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ചാന്ത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം, റിഹാന്ത് കണക്ഷൻ കിട്ടുമോ?
ചാന്ത്, റിഹാന്ത് എന്ന് പറയുമ്പോൾ ചാന്ത് ഓർക്കുക. ചാന്തം കൊണ്ട് ഇങ്ങനെ ഗോപിക്കുറി വരയ്ക്കുന്ന കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് റിഹാന്ത് നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക, കാക്രപാറ ഡാം. കാക്രപാറ ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ ഇത് കണക്ഷൻ കിട്ടാനായിട്ട് കാക്രപാറ ഉണ്ട് അല്ലേ, പാറയിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ട് പാറ നല്ല പഴുത്തിരിക്കും അല്ലേ. പാറ എന്ന് പറയുമ്പോൾ ഭയങ്കര താപമായിരിക്കും, വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പാറ നല്ല പഴുത്തിരിക്കും എന്ന് പറയാറില്ലേ. അപ്പോൾ പാറ എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര താപമാണ് എന്നുള്ള രീതിയിൽ കാക്രപാറ ഡാം, താപ്തി, ഗുജറാത്ത് കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് മേട്ടൂർ ഉണ്ട് അല്ലേ, ടൂർ. അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുന്നതിനും നമ്മളിപ്പോൾ പഴനി അല്ലെ, ഗുരുവായൂർ അങ്ങനെയൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലോട്ട് ടൂർ പോകാം. അപ്പോൾ പഴനി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ തമിഴ്നാടാണ് അല്ലെ. തമിഴ്നാട്ടിലെ കാവുകൾ അല്ലെ, കാവേരി എന്നുള്ളതിൽ കാവ് കിട്ടുമല്ലോ. കാവ് എന്ന് വെച്ചാൽ എന്താണ്, അമ്പലങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ കാവുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടൂർ പോകും അല്ലെ, ടൂർ പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മേട്ടൂർ കാവേരി, തമിഴ്നാട്ടിലെ കാവുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടൂർ പോകും എന്നുള്ള രീതിയിൽ മേട്ടൂർ, കാവേരി, തമിഴ്നാട് കിട്ടിയോ. അടുത്ത നോക്കുക, കല്ലണൈ ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. കല്ലണൈ ഡാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ കാവുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ഇത് പഠിക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കിട്ടും. അപ്പോൾ തമിഴ്നാട്ടിലെ കാവുകളായിട്ട് കണക്ട് ചെയ്യുക. കാവുകളിൽ എന്ത് നടക്കുന്നു, കല്ലണൈ എന്ന് പറയുമ്പോൾ നമുക്ക് കല്യാണമായിട്ട് കണക്ട് ചെയ്യാമല്ലോ അല്ലെ. കല്യാണമൊക്കെ നടക്കുന്നത് എവിടെയാണ്, കാവുകളിലാണ്, ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. ദെൻ അതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രാൻഡ് ഡാം. അതെങ്ങനെ കിട്ടും, കല്യാണം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഗ്രാൻഡ് ആയിട്ടാണ് കഴിക്കുക അല്ലേ. കല്യാണം എന്നൊക്കെ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ കല്ലണൈ ഡാം, ഗ്രാൻഡ് ഡാം എന്നും കൂടെ അറിയപ്പെടുന്നു. അതെവിടെയാണ്, കാവേരി. അപ്പോൾ കാവുകളിലാണ് കല്യാണമൊക്കെ നടത്തുന്നത് എന്നുള്ള രീതിയിൽ കാവേരി നദി, തമിഴ്നാട്. ഓക്കെ, അതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തത് നോക്കാം, അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്, കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ഷൻ കിട്ടാനായിട്ട് മാട്ടി ഉണ്ടല്ലേ. മാട്ടി എന്ന് വെച്ചാൽ എന്താണ്, കമ്മലിൻ്റെ കൂടെ ഈ കാതിലിങ്ങനെ ഇട്ടിട്ടില്ലേ, ഈ സാധനമാണ് എന്തെന്ന് പറയുന്നത്, മാട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാട്ടി എന്ന് പറയുന്നത് കൃഷ്ണൻ അല്ലെ. കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ ദൈവങ്ങളുടെയൊക്കെ നമ്മൾ ഫോട്ടോ വരച്ചതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കാതിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ എന്താണ് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ, മാട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ മാട്ടി കൃഷ്ണൻ്റെ പിക്ചർ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരാം. എവിടെയാണ് മാട്ടി ഇടുന്നത്, ചെവിയിലാണ് അല്ലെ. കർണം അല്ലെ, കർണം ചെവി എന്നുള്ള രീതിയിൽ കിട്ടുമല്ലോ അല്ലെ. അപ്പോൾ കർണാടകയായിട്ടൊന്ന് കണക്ഷൻ കിട്ടും. അപ്പോൾ അലമാട്ടി, കൃഷ്ണൻ, കർണാടകയായിട്ടൊന്ന് കണക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ ഇത് കണക്ഷൻ കിട്ടാനായിട്ട് ഉക്കായി, കൈ അല്ലെ, നമ്മുടെ കൈയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കൈ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒരു സാധനം എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് അത് ചൂടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം അല്ലേ. നമ്മൾ ചൂടുണ്ടോ ഇല്ല, പെട്ടെന്ന് ഒരു പാത്രം കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ചൂടറിയാൻ പറ്റുക. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, കൈ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് താപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും താപമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ താപം നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് നമ്മുടെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാലാണ് നമുക്ക് താപം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പോൾ കൈയും താപമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉക്കായി ഡാം, താപ്തി നദിയാണ്, ഗുജറാത്ത് കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനദിയും നമ്മൾ ഓടിച്ചെന്ന് കാണുന്ന കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതേ സംഭവം തന്നെ ഇവിടെ മഹാനദിയും ഓടിച്ചെന്ന് കാണുന്നത് തന്നെയാണ്. ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ഹിര എന്ന് പറയുമ്പോൾ നമുക്കത് ഹീറോ എന്നെടുക്കാം അല്ലേ. ഒരു ഹീറോയും മഹാനടിയും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവരെ ഓടിച്ചെന്ന് കാണും അല്ലേ. അപ്പോൾ ഹീറോ, മഹാനടി ഓടിച്ചെന്ന് കാണും എന്നുള്ള രീതിയിൽ ഹിരാക്കുഡ്, മഹാനദി, ഒഡീഷ കിട്ടുമല്ലോ. അടുത്തത് നിസാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് മഞ്ചീര നദിയിലാണ്, തെലങ്കാനയിലാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിസാം എന്നുള്ളതിൽ നിന്നും നിഷ എന്ന് വെച്ചാൽ എന്താണ്, രാത്രി എന്നുള്ളതല്ലേ. അപ്പോൾ രാത്രി സമയത്താണ് ഈ കാട്ടാനകളും ഇഴജന്തുക്കളും ഒക്കെ ഇറങ്ങി നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. അപ്പോൾ നിശാ സമയത്ത് മഞ്ചീര
ചീര ചേര, ചേര പാമ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. ചേരപ്പാമ്പും ആനയും അല്ലേ, കാട്ടാന എന്നൊക്കെ പറയുമ്പോഴത്തേന് ആനയും ഒക്കെ ഇറങ്ങി നടക്കുന്നത് എപ്പോഴാണ്? നിശാസമയത്താണ്. നിസാം സാഗർ, മഞ്ചീര, തെലങ്കാന കിട്ടുമല്ലോ. നിശാസമയത്താണ് എന്തിഴ ജന്തുക്കളായിട്ടുള്ള ചേര അതുപോലെ തന്നെ കാട്ടാന, തെലങ്കാന കിട്ടുമല്ലോ, അതൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അണക്കെട്ടുകൾ അല്ലെ, ഡാമുകൾ നമ്മൾ പഠിച്ചു. അത് ഏത് നദിയിലാണ്, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ കണക്ഷൻസ് വെച്ച് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.